ഒരിക്കൽ പരമശിവൻ ലോകകല്യാണത്തിനായി അത്യുഗ്ര തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. തപസ്സിന്റെ തീവ്രതയിൽ ശിവന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പുതുള്ളികൾ ഉതിരാൻ തുടങ്ങി. ആ വിയർപ്പുതുള്ളികൾ ഒന്നുചേർന്ന് ഒരു സുന്ദരിയായ കന്യകയായി മാറി. ശിവൻ അവൾക്ക് നർമ്മദ എന്ന പേരിട്ടു. നർമ്മ എന്നാൽ സന്തോഷം എന്നാണ് അർത്ഥം. നാദ നൽകുന്നവൾ, അതായത് സന്തോഷം നൽകുന്നവൾ എന്നാണ് നർമ്മദയുടെ അർത്ഥം. ശിവൻ അവളോട് പറഞ്ഞു, നീ ഭൂമിയിലേക്ക് ഒഴുകുക. നിന്നെ ദർശിക്കുന്നവർക്കും നിന്നിൽ സ്നാനം ചെയ്യുന്നവർക്കും എല്ലാ പാപങ്ങളും നീങ്ങി മോക്ഷം ലഭിക്കും. ഗംഗയിൽ മുങ്ങിയാൽ മാത്രമേ പാപം പോകൂ. പക്ഷെ നിന്നെ ദർശിച്ചാൽ മാത്രം മതി പാപമുക്തി ലഭിക്കാൻ എന്ന വരം നൽകി. അതുകൊണ്ട് നർമ്മദയ്ക്ക് ശാങ്കിരി എന്നും പേരുണ്ട്. നർമ്മദ ഉദ്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർകണ്ടക് എന്ന സ്ഥലത്തു നിന്നാണ്. ശിവന്റെ വിയർപ്പിൽ നിന്ന് ഉദ്ഭവിച്ച സമയത്ത് നർമ്മദ ആദ്യം ഒരു കുണ്ടത്തിൽ വീണുവത്രേ. അതാണ് നർമ്മദാ കുണ്ട്. അവിടെ നിന്നാണ് നദിയായി ഒഴുകി തുടങ്ങുന്നത്. തീർത്ഥങ്ങളിൽ ഏറ്റവും ഉത്തമമായത് എന്ന സങ്കല്പത്തിൽ അമർകണ്ടകിനെ തീർത്ഥരാജി എന്നും വിളിക്കാറുണ്ട്. സിദ്ധഗന്ധർവന്മാരുടെ ആവാസസ്ഥാനമായി അമരകണ്ടകത്തെ കണക്കാക്കപ്പെടുന്നു. മേഘസന്ദേശത്തിൽ കാളിദാസൻ ഈ സ്ഥലത്തെ ദേവന്മാരുടെ വാസസ്ഥലം എന്ന അർത്ഥം വരുന്ന അമരകൂടം എന്ന പേരിലാണ് വർണ്ണിക്കുന്നത്. പുരാണങ്ങളിൽ നർമ്മദയെ ഗംഗയേക്കാൾ പവിത്രമായി പറയുന്നുണ്ട്. ഗംഗാ സ്നാനാൽ, യമുന പാനാൽ, നർമ്മദാ ദർശനാൽ പാപനശിതി എന്നൊരു ചൊല്ലുണ്ട്. അതായത് ഗംഗയിൽ കുളിച്ചാലും യമുനയിലെ വെള്ളം കുടിച്ചാലും കിട്ടുന്ന പുണ്യം നർമ്മദയെ ഒന്ന് കണ്ടാൽ മാത്രം കിട്ടുമെന്ന വിശ്വാസം. നർമ്മദാ പരിക്രമം എന്ന പേരിൽ നദിയുടെ ഉത്ഭവം മുതൽ സംഗമം വരെയും തിരിച്ച് അക്കരെ കൂടി വീണ്ടും ഉത്ഭവം വരെയും ഏകദേശം 2600 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കുന്ന നർമ്മദാ പരിക്രമം എന്ന ചടങ്ങ് ഇന്നും ധാരാളം ഭക്തർ ചെയ്ത് പുണ്യം നേടുന്നു.